കുറേ കാലം മുമ്പ് ഞാൻ എൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എനിക്കന്ന് ഒരു ക്യാമറ വാങ്ങാനുള്ള ഒരു സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഫിനാൻഷ്യലി ഞാൻ സ്റ്റേബിൾ അല്ലായിരുന്നു. പക്ഷെ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഐഫോണിലാണ്. എന്നിട്ട് പോലും നല്ലൊരു വിഷ്വൽസോ കാര്യങ്ങളോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് എനിക്ക് ആ ഇമ്പോർട്ടൻ്റ് കാര്യം മനസ്സിലാവുന്നത്. ഐഫോണല്ല എത്ര വില കൂടിയ സംഭവത്തിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലും വിഷ്വലിനേക്കാൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് നിങ്ങളുടെ തലയ്ക്കാണ്. കാരണം എങ്ങനെ ഫ്രെയിം വെക്കണം, എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലായിരിക്കണം. ഡൗട്ട് ഉണ്ടാവല്ലേ? പറഞ്ഞുതരാം. എടാ, നിങ്ങളൊരു 500 രൂപയോ ഒരു 300-400 രൂപയോ നിങ്ങളൊന്ന് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ എന്താണെങ്കിലും നല്ലൊരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് അത് ത്രൂ കിട്ടും. ആ ഒരു പൈസക്ക് നിങ്ങൾ ആകെ വാങ്ങേണ്ടത് ചെറിയൊരു ലൈറ്റും പിന്നെ ഒരു ട്രൈപ്പോഡുമാണ്. മനസ്സിലായില്ലേ? ലൈറ്റ് നിങ്ങൾക്കൊരു സിനിമാറ്റിക് ഫീല് തരും. ട്രൈപ്പോഡ് എന്ന് പറഞ്ഞതാ ഇപ്പം ഈ ക്യാമറ വെച്ചതുപോലെ ഒരു സ്റ്റാൻഡിൽ വെക്കാൻ പറ്റും. അല്ലാതെ നമ്മളിങ്ങനെ ചെരിച്ചും ആക്കിയും ടേബിളിൻ്റെ മുകളിൽ നമ്മൾ അതിനു വേണ്ടി കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ത്രൂ നിങ്ങൾക്ക് ലോ ആംഗിളിനും ടൈറ്റ് ആംഗിളിൽ നിന്നും പല ആംഗിൾസിൽ നിന്നും നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഷോട്ട്സ് എടുക്കാം. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ 5 പൈസയല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടിപ്പ് ഞാൻ തരാം. അതിനു മുമ്പ് ഞാൻ ഫിലിം മേക്കിംഗ് ബേസ് ചെയ്തിട്ട് ഒരു ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇൻബോക്സിലേക്ക് ഞാൻ ഡീറ്റെയിൽസ് അയക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പൈസയും ഇല്ല, നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ നല്ലൊരു ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 6 മണിക്കും 8 മണീൻ്റെ ഇടയിലും ഈവനിങ് ഒരു 4 മണീൻ്റെ 6 മണീൻ്റെ ഇടയിൽ ഷൂട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് കിട്ടില്ല ലൈറ്റുള്ള വിഷ്വൽസ് കിട്ടും.